ഒരു വശത്ത് കത്തോലിക്ക സഭ, മറുവശത്ത് ദൈവദോഷികളായ വിമതർ. ഇതിലാരുടെ പക്ഷം ചേരണം? അർദ്ധനിമിഷത്തെ ശങ്കയ്ക്ക് പോലും ഇടയില്ലാതെ എല്ലാവരും ഉത്തരം തരുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അല്ല. ഈ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാൻ നടുവ് നിവർത്തി നിന്ന് ക്രിസ്തു മതി, കത്തോലിക്ക സഭ മതി എന്ന് പറയാൻ ആർക്കും വയ്യ. ആരെയാണ് വിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുന്നത്? 3 വർഷത്തേക്ക് നിങ്ങളുടെ പള്ളിയിൽ അജപാലനത്തിനായി വരുന്ന പുരോഹിതനെ? അദ്ദേഹത്തിന് ക്രിസ്തുവിനോടുള്ള ഭയവും ഭക്തിയും ഒക്കെ എന്നേ പോയി കഴിഞ്ഞു. അവരെ നോക്കിയിരിക്കേണ്ട നിങ്ങൾ സ്വർഗത്തിൽ അവർ നിങ്ങളെ എത്തിക്കുകയില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന ചിന്തയോ അങ്ങോട്ടേക്ക് പോകണമെന്ന ഒരു ആഗ്രഹമോ പോലും അവർക്കില്ല. അതോ നിങ്ങൾ ശരിക്കും വിമത സാത്താന്മാർ പറയുന്നത് വിശ്വസിച്ചിരിക്കുകയാണോ? സാത്താന്മാർ എന്ന് പറഞ്ഞത് നിങ്ങളിൽ പലർക്കും രസിച്ചു കാണില്ല, അല്ലേ? പക്ഷേ അക്ഷരം തെറ്റാതെ ഇവരെ വിളിക്കാൻ പറ്റും സാത്താന്റെ സന്തതികളെന്ന്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. വിമതവർഗം എന്ന വൻ വൃക്ഷത്തിന്റെ ശൃംഖത്തിൽ കാഴ്ച നിൽക്കുന്ന വിമതരൊന്നാകെ പാടി വാഴ്ത്തുന്ന കുര്യാക്കോസ് മുണ്ടാടനച്ഛന്റെ ഒരു പ്രസംഗത്തിന്റെ വാൽകഷ്ണം കേൾക്കുകയുണ്ടായി. കേട്ടപ്പോൾ തന്നെ അസ്വസ്ഥത തോന്നുകയും ചെയ്തു. ഈ ഒരു അച്ഛന്റെ വാക്കു കേൾക്കാൻ കാതോർത്തിരുന്ന സ്ത്രീകളും പുരുഷന്മാരുമായ അൽമായരെ പുച്ഛം തോന്നുന്നു നിങ്ങളോട്. ഇത്തരം വ്യക്തികൾ പടച്ചുവിടുന്ന നുണകൾ വിശ്വസിച്ച് അവരുടെ വാക്ക് വേദവാക്യമായി ഗണിച്ച് അവരുടെ പിന്നാലെ വാലാട്ടി നടക്കുന്ന എല്ലാവരോടും പുച്ഛം തന്നെ, പിന്നെ സഹതാപവും. ഒരു തത്വമുണ്ട്: നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത നിങ്ങളെ കുറ്റവിമുക്തനാക്കുന്നില്ല എന്ന്. ഇന്ന് നിങ്ങൾക്ക് അജ്ഞത നടിക്കാനാവില്ല. ശരി തെറ്റുകൾ കണ്ടെത്താൻ നിങ്ങൾക്കും ആർക്കും അധികം സമയമൊന്നും വേണ്ട. നിങ്ങളുടെ വിരൽ തുമ്പത്തുണ്ട് നിങ്ങൾക്ക് അറിയേണ്ടതല്ല. ശരി തിരഞ്ഞെടുക്കാൻ, സത്യത്തിനൊപ്പം നിൽക്കാൻ ഒരല്പം ചങ്കൂറ്റം, അത് മാത്രം മതി. ഇനി കേട്ടതിലെ ശരി തെറ്റുകൾ അന്വേഷിക്കാൻ കഴിയില്ല, അച്ഛൻ പറഞ്ഞതല്ലേ, സുവിശേഷം തന്നെയല്ലേ അത് എന്ന് കരുതി കയ്യും കെട്ടി ഇരിക്കുന്നവർക്ക് വേണ്ടി നാണം കെട്ട് വീണ്ടും ഒരു തിരുത്തലിന് ശ്രമിക്കുകയാണ്. പോൾ ആറാമൻ പാപ്പ എഴുതിയ ഹ്യൂമാനെ വിറ്റെ എന്ന ചാക്രിക ലേഖനം ഗർഭനിരോധത്തെ എതിർക്കുന്നു. ഇതാരു പാലിക്കുന്നു? ഇതൊക്കെ പാലിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റുമോ? അച്ഛന്റെ ചോദ്യമാണ്. 1963 മുതൽ 1978 വരെയുള്ള വർഷകാലം കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന പോൾ ആറാമൻ മാർപ്പാപ്പ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അതിന്റെ പരിസമാപ്തിയിൽ എത്തിച്ച മാർപ്പാപ്പ, 1960കളിൽ ഗർഭനിരോധന മാർഗങ്ങൾ സമൂഹത്തിലെത്തിയപ്പോൾ വിശ്വാസികൾ സഭയിലേക്ക് നോക്കി. ഇതിന്റെ ഉപയോഗം ശരിയോ തെറ്റോ തീരുമാനമുണ്ടാക്കുവാൻ അനേകം കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. പലരും ഗർഭനിരോധനം ശരിയെന്ന് തന്നെ പറഞ്ഞു. അവസാനം വരെ നിശബ്ദനായിരുന്ന പോൾ ആറാമൻ പാപ്പ ഒടുവിൽ ചാക്രിക ലേഖനത്തിലൂടെ സഭയുടെ നിലപാട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലോകം ഞെട്ടിപ്പോയി. സൗകര്യപ്രദമായി ലൈംഗിക ബന്ധം വിൽപ്പന ചരക്കാക്കാൻ ഉദ്ദേശിച്ചിരുന്നവർക്കും, പങ്കാളിയെ സ്വന്തം ഇഷ്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാമെന്ന് കരുതിയവർക്കും, കുഞ്ഞുങ്ങൾ ഉണ്ടാവാതെ ശരീരത്തിന്റെ അഭിലാഷങ്ങൾ തൃപ്തിപ്പെടുത്താൻ കാത്തിരുന്നവർക്കുമുള്ള അടി തന്നെയായിരുന്നു ആ ചാക്രിക ലേഖനം. പക്ഷേ ധന്യനായ ആ പരിശുദ്ധ പിതാവിന്റെ തീരുമാനം വളരെ ശരിയായിരുന്നു. ഗർഭനിരോധനത്തോടൊപ്പം അബോർഷൻ, ലൈംഗിക അതിക്രമം, സിംഗിൾ പാരന്റ് ഹോംസ്, ലൈംഗിക അധാർമികത ഒക്കെ കൂടിയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. 1968 ഹ്യൂമാനിറ്റി വിറ്റെ എഴുതിയതിനു പിന്നിൽ പോൾ ആറാമൻ മാർപ്പാപ്പ കുറച്ചൊന്നുമല്ല സഹിച്ചത്. തന്റെ പാപ്പാസിയുടെ അവസാന 10 വർഷകാലം അദ്ദേഹം പിന്നീടൊന്നും എഴുതിയില്ല. ഒടുവിൽ ചങ്കു തകർന്നാണ് ആ പാപ്പ കാലം ചെയ്തത്. സത്യം വിളിച്ചു പറഞ്ഞതിന് കിട്ടിയ സമ്മാനം. എന്തിനേറെ പറയുന്നു, 56 വർഷങ്ങൾക്കിപ്പുറവും മുണ്ടാടനെ പോലെയുള്ള അച്ഛന്മാർ ചെയ്യുന്നതും ഇത് തന്നെയല്ലേ? അച്ഛൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, സ്വവർഗ വിഭാഗം അനുകൂലിക്കുന്ന ജർമ്മനിയിലെ അച്ഛന്മാരെ ആരെങ്കിലും പുറത്താക്കിയോ? സഭയുടെ ക്ഷമയെ ഒരു ടാസിറ്റ് അപ്രൂവൽ നിങ്ങളുടെ തിന്മയ്ക്കുള്ള അംഗീകാരമായി കാണരുത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാർപ്പാപ്പ സ്വവർഗ വിവാഹത്തെക്കുറിച്ചുള്ള സഭയുടെയും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സ്വവർഗ വിവാഹം സഭ ഒരു കാരണവശാലും ആശീർവദിക്കുകയില്ല. എന്നാൽ സ്വവർഗ അനുരാഗം അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് സഭ ആശീർവാദം നൽകുന്നതിൽ തെറ്റില്ല. പാപികളായ ഏതൊരുവനും സഭ ആശീർവാദം കൊടുക്കും. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സെമിനാരികളിൽ സ്വവർഗ അനുരാഗമുള്ളവരെ പോലും സ്വീകരിക്കാൻ പാടില്ല എന്ന തന്റെ നിലപാടും പാപ്പ വ്യക്തമാക്കുകയുണ്ടായി. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ജർമ്മനിയിലെ സഭയും മെത്രാന്മാരും ശീഷ്മയിലാണ്. പിന്നെ അവരെ പുറത്താക്കുന്ന കാര്യം അത് റോമൻ കത്തോലിക്ക സഭ ചെയ്തുകൊള്ളും. ഇതുവരെയും ചെയ്തിട്ടുണ്ട്, ഇനിയും അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം ഇവരെ പുറത്താക്കിയോ ഇല്ലയോ എന്നതല്ല, നിങ്ങൾ എവിടെയാണ്? സഭയോടൊപ്പമോ സഭയ്ക്ക് പുറത്തോ? വിമത സാത്താന്മാരോടൊപ്പമോ അതോ യേശു ക്രിസ്തുവിനൊപ്പമോ? നിശബ്ദത അപകടമാണ്. പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നവനും പ്രാർത്ഥനയിൽ സ്വയം മറന്നവനും രക്ഷയുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ പോയാൽ മതി, എന്തായാലും കുഴപ്പമില്ല എന്ന തണുപ്പൻ മട്ടിലുള്ളവർക്ക് രക്ഷ ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരച്ഛന്റെ അപ്രൂവൽ നിങ്ങളെ രക്ഷിക്കില്ല.
ഒരു പേരും പദവിയും നിങ്ങൾക്കൊന്നും നേടിത്തരില്ല. ഒരു ഐശ്വര്യ ലാഭവും സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വാതിൽ തുറന്നു തരില്ല. രക്ഷ അത് ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. കത്തോലിക്ക സഭയിലൂടെ മാത്രമേ ഉള്ളൂ. വിമതരുടെ കുർബാന കാണാൻ പള്ളിയുടെ വാതിൽ കടക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ കാൽവെപ്പ് സഭയ്ക്ക് പുറത്തേക്കാണ്. സാത്താൻ ബാധിച്ച ആത്മീയാന്തതയുടെ മഹാജ്വരം ബാധിച്ച ഇവരോടൊപ്പം നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തരുത്.